പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിടിലൻ രസത്തിന്റെ റെസിപ്പി. രസം എന്ന് പറയുമെങ്കിലും ഓരോ പ്രദേശത്തും രസത്തിന്റെ കൂട്ടുകൾ വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ രുചിയും വ്യത്യസ്തമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലംകാരുടെ പ്രിയപ്പെട്ട രസം പിഴിഞ്ഞുപുളി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. ഇനി ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 15 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 സ്പൂൺ കുരുമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ആഫ്രിക്കൻ മല്ലിയുടെ ഒരു ഇലയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഇനി നമ്മൾ മുമ്പ് വെള്ളത്തിലിട്ട പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ശേഷം വെള്ളം ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുത്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും വറ്റൽമുളക് 2 3 ആയിട്ട് ഒടിച്ചിട്ട് കൊടുക്കാം. ഇവ രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടി ചതച്ചിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 മിനിറ്റ് വട്ടിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. ചെറിയൊരു പീസ് കായത്തിൻ്റെ കൂടെ കറിവേപ്പിലയും ആഫ്രിക്കൻ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു നല്ലൊരു മണം വരും കേട്ടോ. കായവും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും എല്ലാത്തിൻ്റെയും കൂടി ചേർന്നൊരു മണം. ഇവ കൂടാതെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി. ലോ ഫ്ലെയിമിൽ ഇവ രണ്ടും കൂടി ചേർത്ത് ഇളക്കിയെടുക്കണം. മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറി വരുമ്പോൾ തന്നെ നമ്മൾ മുൻപ് അരിച്ച് വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് എത്ര അളവിലാണോ രസം വേണ്ടുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കിയ ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൊല്ലം ഭാഗത്ത് ഇതിന്റെ കൂട്ടത്തിൽ തക്കാളി കൂടി ചേർത്ത് വെക്കാറുണ്ട്. കടുക് വറുത്ത് ഉള്ളി വഴറ്റുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു കളി കൂടി ഇട്ട് വഴറ്റാറുണ്ട്. എങ്ങനെയാണെങ്കിലും അടാറ് ടേസ്റ്റാണ്. ഒരു 3 മിനിറ്റ് തിളപ്പിച്ച ശേഷം മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പിഴിഞ്ഞുപുളി റെഡി ആയിട്ടുണ്ട്. ഈ രസം പെട്ടെന്ന് ചീത്തയാവത്തില്ല കേട്ടോ. ഇത് 2 ദിവസമൊക്കെ വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.